يا نفس إن لم تظفري لا تجزعي. يا نفس إن لم تظفري لا تجزعي، وإلى موائد جود مولاك ارجعي. يا نفس إن لم تظفري لا تجزعي، وإلى موائد جود مولاك ارجعي. وإذا تأخر مطلب فلربما في ذلك التأخير كل المطمع. الله 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 വരുന്നത്. ഒരു 7000 കൊല്ലങ്ങൾക്കപ്പുറം എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. മറ്റൊന്ന്,
പ്രളയം വന്നതിന്റെ ശേഷം എല്ലാവരും വിശ്വാസികളായിരുന്നു. നമ്മൾ ചരിത്രം അറിയാവുന്നവരാണ്, ചരിത്രം പറയാൻ സമയമില്ല. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃത്യമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുവേ, ഭൂമുഖത്ത് നിഷേധികളായ ദൈവനിഷേധികളായ ഒരുത്തരെയും ബാക്കിയാക്കരുത് എന്ന്. റബ്ബിലാ തദർ ദയ്യാറ, അതെ, ഒറ്റെണ്ണത്തിനെയും കാണിക്കരുത്. അതിന്റെ ശേഷം ഭൂമിലോകത്ത് ആദ്യമായി ബിംബാരാധന നടത്തിയ കൗമാണ് ആദ് സമൂഹം. മനസ്സിലായില്ല? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രളയത്തിന്റെ ശേഷം വിശ്വാസികൾ മാത്രമായിരുന്നു. അതിനുശേഷം ആദ്യമായി ബിംബത്തെ ആരാധിച്ച ആളുകളാണ് ആദ് സമൂഹം. ഒന്ന്. രണ്ട്, അള്ളാഹു ഹലാക്കാക്കിയ, അതിനുശേഷം ഹലാക്കാക്കിയ ആദ്യത്തെ സമൂഹവും ആദ് സമൂഹമാണ്. മഹാനായ നബിയുല്ലാഹി ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ 7 വട്ടം 7 വട്ടം ഖുർആൻ പ്രതിപാദിച്ചിട്ടുണ്ട്. 7 വട്ടം. ബിംബാരാധനകളിൽ മുഴുകിയിരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് വന്നപ്പോ, ഞാൻ നിർത്തുകയാണ്, അധികാരവും അതിനേക്കാൾ അഹങ്കാരവും കായിക ശക്തിയും ബലവും ഉണ്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു ആദ് സമൂഹം. ചരിത്രത്തിന്റെ ചില ഭാഗങ്ങളിൽ കാണുന്നുണ്ട് 80 അടികൾ വരെ ഉയരമുള്ള ആളുകൾ. എത്ര അടി? നമ്മൾ 6 7 80 അടി വരെ ഉയരം. അവരൊന്നും ഉഷാറായി ഒന്നും നടന്നാൽ പാറക്കല്ലുകൾ തകർന്നു പോകുന്ന നിലക്കുള്ള ശക്തന്മാർ. ചരിത്രത്തിൽ കാണുന്നു, വേണമെന്ന് വെച്ചാൽ ഒരൊട്ടകത്തെ ഒറ്റയിരിപ്പിന് ഒരാൾ തിന്നാൻ മാത്രമുള്ള ആളുകൾ. അതെ, അതുകൊണ്ടാ തൻഹിദൂനൽ ജിബാല, പാറകളൊക്കെ ഇങ്ങനെ കൈകൊണ്ട്, JCB ഒന്നും വേണ്ട, കൈകൊണ്ട് തുരന്നിട്ട് വീടുകൾ ഉണ്ടാക്കുന്ന ആളുകൾ, അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്നവർ. അവരുടെ അടുത്തേക്കാണ് മഹാനായ പ്രവാചകൻ വന്നിട്ട് പറയുന്നത്, ഹൂദ് അലൈഹിസ്സലാം വന്നിട്ട് പറയുന്നത്, അല്ലാഹുവാണ് രാജാധിരാജൻ, മാലിക്കാണവൻ, അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോ 3 നിലക്കാണ് ആക്ഷേപിച്ചത്. 1, നിങ്ങൾക്ക് ഭ്രാന്താണ്. 2, നിങ്ങൾ പോഴനാണ്. 3, നിങ്ങൾ കള്ളനാണ്. ഖുർആൻ പറഞ്ഞതാണ്. ഈ നിലക്ക് ആക്ഷേപങ്ങൾ തുടർന്നു. പ്രവാചകരോ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക് വിളിക്കാൻ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കൊല്ലങ്ങൾ ആ ശ്രമം നടത്തിക്കൊണ്ടേയിരുന്നു. അവർ വന്നില്ല, അവര് നന്നായില്ല. അവര് പിന്നെയും ധിക്കാരത്തിന്റെ മുകളിൽ രാജാവിന്റെ കസേരയൊക്കെ കുറിച്ച് ചരിത്രം പറയുന്നത്, സ്വർണത്തിന്റെ കസേരയിലൊക്കെ ഇരുന്നിട്ട് ഹൂദ് നബിയോട് പറഞ്ഞു, നീ ഒരാളല്ലേ, ഇന്ന് എന്നെ വിശ്വസിക്കുന്ന 1000 പേര് ഒറ്റ ദിവസം ഇവിടെ ജനിച്ചിട്ടുണ്ട്. എനിക്കാണ് ആൾബലം, എനിക്കാണ് ശക്തി, എന്റെ പിന്നിലാണ് കൗമുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയെ പോകാം. പ്രവാചകന്മാർക്ക് അങ്ങനെ പോകാൻ പാടില്ല. പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇല്ല, ചോദിച്ച ചോദ്യങ്ങൾ ഒരുപാട് ഖുർആനിൽ പറയുന്നുണ്ട്. ഖാലു, അവര് ചോദിച്ചു, യാ ഹൂദു, ഹൂദ് നബിയെ, മാ ജിഅ്തനാ ബിബയ്യിന, ഒരു ദൃഷ്ടാന്തവും ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. വമാ നഹ്നു ബിതാരികി ആലിഹതിനാ അൻ ഖൗലിക്, പടച്ചോനുണ്ട് എന്ന് നീ പറയുന്ന ഒരൊറ്റ വാക്കിന്റെ പുറത്ത് വർഷങ്ങളായി ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെ കാക്കക്കാരന്മാരെല്ലാം പ്രണാമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദൈവങ്ങളെയൊക്കെ ഒഴിവാക്കണോ നീ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ? നടക്കില്ല. പിന്നെയും ഹൂദ് നബി പ്രബോധനം ചെയ്തു. ഇരിക്കട്ടെ, ചരിത്രം ദീർഘമാണ്. അവസാനം എന്താ ഉണ്ടായത്? സലാലയിൽ നിന്ന് 172 കിലോമീറ്റർ നമ്മൾ വന്ന ഹൈവേയിലൂടെ യാത്ര ചെയ്ത് ഒരല്പം ഉള്ളിലേക്ക് കയറിയാൽ കാണാം അഹ്ഖാഫ് എന്ന് പറയുന്ന സ്ഥലം. 1992 യുനെസ്കോ വന്ന് പരീക്ഷണ നിരീക്ഷണ ഗവേഷണം നടത്തി പറഞ്ഞു, ഇത് പ്രൊഫറ്റ് ഹൂദിന്റെ പ്രബോധന സ്ഥലമാണ്. ഇന്നും അവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അല്ലാഹു അലം. അഹ്ഖാഫ് അവിടെയാണുള്ളത്. മറ്റൊരു ചരിത്രം പറയുന്നത് യമന്റെയും, ഇത് ആദ്യം യമനായിരുന്നു, ഈ സ്വലാല യമനായിരുന്നു ആദ്യം. സ്വലാല, ഒമാനല്ല, സ്വലാല. തൊട്ടപ്പുറം ഹദർമൗത്താണ്. ബസ്സിലേക്ക് നമ്മൾ ഇതേപോലത്തെ ബസ്സങ്ങൾ ഓടിച്ച് ചെക്ക് പോസ്റ്റിൽ നിന്ന് പോയാൽ 500 കിലോമീറ്റർ അപ്പുറം, അഥവാ നിങ്ങൾ വന്ന ഹൈവേ അത്ര ദൂരം, ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഷഹർ മുക്കല്ല കാണാം, ഹദർമൗത്ത് കാണാം, പിന്നെന്തുണ്ട്,
പ്രധാനമായ സ്ഥലം ഏതാ? അവിടെ കരീം. നമ്മുടെ മഹാന്മാരൊക്കെ കിടക്കുന്ന ആളുകൾ ഇവിടെ അടുത്താണ്. അപ്പൊ ഇത് രണ്ടിന്റെയും ഇടയിലായിരുന്നു പ്രബോധന സ്ഥലം എന്ന് പറയുന്നപ്പോ ഏകദേശം ഇവിടെയാണ്. ആധുനിക ചരിത്രകാരന്മാർ പറയുന്നു റുബുഉൽ ഖാലി എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഇപ്പൊ പുതിയ തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ പോകുന്നതാണ്. അവിടെയായിരുന്നു പ്രബോധന മേഖല. എന്തായാലും ഈ പരിസരങ്ങളിലാണ്. അള്ളാഹുവാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത്. ചുരുക്കത്തിൽ ആ പ്രബോധനം നടത്തി ഒരു രക്ഷയുമില്ലാതെ വന്നു. ഇവർക്കപ്പോ അറബികൾക്കപ്പോ ഒരു പതിവുണ്ട്. അറബികൾ അന്ന് ജീവിച്ചിരുന്ന ഈ ആളുകൾക്ക് മക്കത്ത് പോകുന്ന ഒരു പതിവുണ്ട്. ശരിക്കും ശ്രദ്ധിച്ചോളണം. കായബയിൽ പോയി ഹജ്ജ് ചെയ്യാനല്ല, അന്ന് അവിടെ ഒരു ചുവന്ന കുന്നുകളാണ്. ഈ അവിശ്വാസികൾ, വിശ്വാസം ഇല്ലാത്ത ആളുകൾ വന്ന് പോകുന്ന ഒരു പതിവുണ്ട്. അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കിട്ടുമെന്ന ഒരു വിശ്വാസത്തില് ഒരു 17 നേതാക്കള് ഈ പ്രവാചകനെയും തള്ളി ഒട്ടകത്തിൽ ദീർഘമായ യാത്ര ചെയ്ത് മക്കയുടെ ആ കുന്നുകളിലെത്തിയിട്ട് പ്രാർത്ഥന നടത്തി. ഞങ്ങൾക്ക് വെള്ളം വേണം, ഞങ്ങൾക്ക് ക്ഷാമമുണ്ട്, ഒട്ടകങ്ങൾ ചത്തുകൊണ്ടിരിക്കുന്നു, പ്രയാസമുണ്ട്, അതുകൊണ്ട് വെള്ളം വേണം, വെള്ളം വേണം, വെള്ളം വേണം. അന്ന് സൗദി ഭരിച്ചിരുന്നത്, അന്ന് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭരിച്ചിരുന്നത് മറുവാനാണ്. മറുവാനെ കേട്ടിട്ടുണ്ടോ? മറുവാൻ ആരാ? മറുവാൻ ആ മറുവാൻ അല്ല എന്ന് പറയാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞു വന്നത്. വേറെ ഒരാള്, അദ്ദേഹത്തിന്റെ കൂടെ 2 മുസ്ലിങ്ങൾ വേറെയുണ്ട്, വിശ്വാസികളായ ആളുകളുണ്ട്. ഒന്ന് ലുക്കുമാനാണ്, ഒന്ന് ലുക്കുമാൻ, മറ്റൊന്ന് മർസദ്. നമ്മുടെ السلام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين